മാറി നിക്കടാ, ഞാൻ ഇതൊന്നും ഇടട്ടെ. വെളുക്കാനാണെങ്കിൽ നീ അതിന് ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ കാശ് കളഞ്ഞ് പോക്കറ്റ് ഒളിപ്പിക്കണ്ട. എന്തോ നാടാ ഇത് കാലത്ത് രണ്ടും കൂടെ. ഇന്നല്ലേ ചാണ്ടിച്ചേട്ടന് കോട്ടയത്ത് നിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞ പാഴ്സൽ വന്ന ദിവസം? ഇന്ന് സൺഡേയാ, ഞായറാഴ്ച. ഓർമ്മയുണ്ടാ? കണ്ട അലവലാതി പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങി നടക്കാൻ എന്ത് ഉത്സാഹം രണ്ടെണ്ണത്തിനും. അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗാ മോനെ, അല്ലടാ? എന്നാൽ ഈ ചാണ്ടിത്തിണ്ടി നമ്മളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നത്? സോപ്പ് ചീപ്പ് കണ്ണാടി പോലെ ചാണ്ടീസ് കമ്പനി വേലക്കാരികൾ സപ്ലൈ ചെയ്യുന്നു, കമ്മീഷൻ വാങ്ങുന്നു. അവിടെ നമുക്ക് എന്താ നഷ്ടം? നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും ചെയ്യുന്നു. ഇക്കണക്കിന് കമ്മീഷൻ കൂട്ടി കിട്ടിയാ ആ മറിയച്ചടത്തി അയാൾ വിൽക്കുമല്ലോ. പോടാ, ബേരിങ് പോയ ഗുഡ്സിനെ ആര് വാങ്ങാനാ? പറഞ്ഞിന്ന് സമയം പോയത് അറിഞ്ഞില്ല. നീ വരണ്ടോ? ഓ ഞാനില്ല, കണ്ടോളമാരുടെ മുന്നിൽ വേഷം കേട്ട. വിശ്വാസം മുതലാളുടെ മോളുടെ മുമ്പിലാണെങ്കിൽ ഏത് വേഷം കെട്ടിക്കോളും കൊരങ്ങൻ. ചേട്ടാ ഇതേ ലുട്ടാപ്പി വരുന്നുണ്ട്. വന്നല്ലോ നമ്മളെ കോസ്റ്റ്യൂം. അതെ, അത് വേണ്ട, ആദ്യം കാശെടുക്ക്. 3-4 തവണത്തെ കാശ് തരാണ്ടല്ലോ. ഇല്ലാഞ്ഞിട്ടല്ലടാ, ഉണ്ടെങ്കിൽ തരോ? ചാണ്ടിച്ചാട്ട് ശമ്പളം തന്നാ ആദ്യം നിന്റെ കടം തീർക്കണോ? അപ്പൊ ഈ കാശും ഗോവിന്ദ. കറക്റ്റ്, നിനക്ക് വിവരണ്ട്. തൽക്കാലം മോൻ ചെല്ല്. വണ്ടിയുടെ അപ്പുകൂട്ടാ, നീ ഇന്ന് ബസ് സ്റ്റാൻഡിലെ കുടിച്ചെടുക്ക്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അത് വേണ്ട, നീ ബസ് സ്റ്റാൻഡ്, ഞാൻ റെയിൽവേ സ്റ്റേഷൻ. നിർത്ത് 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 നിർത്ത്. ബസ് സ്റ്റാൻഡ് ചേച്ചി, റെയിൽവേ സ്റ്റേഷൻ ചേച്ചി, ഇറങ്ങ്. കാശോടാ, കാശോട്. വാ വാ വാ. പോട്ടെ പോട്ടെ പോട്ടെ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫ്ലാറ്റ്. വേഗം നടക്ക്. മുഖത്ത് കണ്ണിലോ? ശകുനം മുടക്കി. ഇവന്മാർക്ക് ഇപ്പൊ ഈ സപ്ലൈ ഉണ്ടോ? ഈ ശല്യങ്ങളെ പുറത്തു ചാടിക്കാൻ എന്തോ ഒരു വഴി ശരിയാക്കി തരാം. വാ. ശ്രീല ചേച്ചി 114 കയറിക്കും. ചേച്ചി 117 പറയാ. വാ. നീ എന്ത് പണി കാണിച്ചേ? എന്തിനാ രണ്ടുപേരും മാറ്റി കയറ്റി വിട്ടെ? കാര്യമുണ്ട്. 116 ഞാൻ സപ്ലൈക്ക് വന്നപ്പോ ആ ശിവനും ചന്ദ്രൻ എന്നെ ഒന്ന് മാമയാക്കാൻ നോക്കി. അന്നേ ഞാൻ കരുതിയത് അവന്മാർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കണമെന്നും. അതിപ്പോ കിട്ടിക്കോളും. പിന്നെ പിള്ളതിന്റെ ചെല്ലക്കിട്ടെന്ന് ഓർമ്മയില്ല. അയാൾക്ക് ഉപ്പ കിട്ടും. വാ, നമുക്കത് നോക്കി കാണാം. ആരാ മനസ്സിലായില്ലല്ലോ? ചേട്ടൻ വരാൻ പറഞ്ഞിട്ട് വന്നതാ. ഓ, ജോലിക്കാരിയാണല്ലേ? ഇതും ഒരു ജോലി തന്നെയാണല്ലോ. നിങ്ങളാരാ? നീ ചോദിച്ച ചേട്ടന്റെ ഭാര്യ. എന്നോട് അങ്ങനെയൊക്കെ പറയാനാ പറഞ്ഞിരിക്കുന്നേ. നീ എത്ര കാലായി ഇവിടെ? തോന്നിയാസം പറയുന്നു. ഇറങ്ങടി വെളിയില്. പിന്നെ അങ്ങനെ നിന്റെ വാക്കിട്ട് ഇറങ്ങാമെന്നോന്നല്ലേ? എന്താ സരസു, എന്താ പ്രശ്നം? അത് ശരി, ഒരേ സമയം രണ്ടുപേരെ അറേഞ്ച് ചെയ്തിരിക്കല്ലേ? എന്നെ വേണമെങ്കിലും എന്റെ കാശ് ഞാൻ നിൽക്കണം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത വേലക്കാരത്തിയാണെന്ന് പറഞ്ഞ് ഒരുത്തി അവിടെ വിളിച്ച് കേട്ടിട്ട് തന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ? നിങ്ങൾ രണ്ടാളും എവിടെ വെച്ചാ പോയി ജീവിച്ചു? വാ ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി റൂം എടുക്കാം. ആ ചാണ്ടിയെ ഞാനൊന്ന് കാണട്ടെ. എനിക്കൊന്ന് കാണണം. അത് അറിയാതെ സ്ഥാനം അല്ല, ആള് മാറിപ്പോയതാ മക്കളെ. പിടിച്ചിട്ട് പെങ്ങളെന്ന് വിളിക്കുന്നോടാ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് കരുതിയത്? നെരുക്കൊക്കെ തരാനുള്ളത് തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ആ ചാണ്ടിയെ ഒന്ന് കാണട്ടെ.